അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ തനിച്ചാണെന്ന് തോന്നിയിട്ടുണ്ടോ? രാത്രിയുടെ നിശബ്ദതയിൽ ഉള്ളിലെ ആകുലതകൾക്ക് കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിട്ട് അള്ളാഹു നൽകിയ ഒരു വലിയ നിധിയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ അവസാന വചനങ്ങൾ. നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമായും വീടിന് കാവലായും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അർശിന് താഴെയുള്ള നിധിശേഖരത്തിൽ നിന്ന് നൽകപ്പെട്ട 2 പ്രകാശങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങൾ. ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഈ വചനങ്ങൾ അറിയാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ഏതൊരു വീട്ടിലാണോ തുടർച്ചയായിട്ട് 3 രാത്രികൾ ഈ വചനങ്ങൾ ഓതുന്നത്, അവിടെ നിന്ന് ശൈത്താൻ ഓടിപ്പോകും എന്നാണ്. രാത്രിയിൽ ഒരാൾ ഇത് പാരായണം ചെയ്താൽ അവൻ്റെ എല്ലാ ഭയങ്ങൾക്കും ആശങ്കകൾക്കും സംരക്ഷണമായി അതുമാത്രം മതിയാകും എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഈ വചനങ്ങളിൽ വിശ്വാസത്തിൻ്റെ വലിയൊരു സമർപ്പണമുണ്ട്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. കൂടാതെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. ഒരാളോടും അയാളുടെ കഴിവിൽ കവിഞ്ഞ ഒന്നും അള്ളാഹു കൽപ്പിക്കുകയോ പരീക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തോളിലുള്ള പരീക്ഷണത്തിൻ്റെ ഭാരം നിങ്ങൾക്ക് തകർന്നു പോകാനുള്ളതല്ല, കാരണം മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ പരീക്ഷണങ്ങളും അള്ളാഹു നൽകുന്നത്. നമ്മൾ അതിൽ ഭയപ്പെടാതെ അള്ളാഹുവിന് അർപ്പിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ കരുത്ത് തിരിച്ചറിയാനാവും. നമ്മുടെ പാപങ്ങളുടെ അടയാളം പോലും ബാക്കി വെക്കാത്ത വിധം മായ്ച്ചു കളയണമേ എന്ന് നമ്മൾ അപേക്ഷിക്കണം. നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് നൽകാൻ അപേക്ഷിക്കണം. ഞങ്ങൾക്ക് പുറത്തു തരണമേ. പാപക്കറകൾ കഴുകി ഹൃദയത്തെ തിളക്കമുള്ളതാക്കാനുള്ള ഒരു അപേക്ഷയായിട്ട് നമ്മൾ ദുആ ചെയ്യണം. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹത്തോടെ ഞങ്ങളെ പൊതിയണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് സമർപ്പണം ചെയ്യണം. എന്താണ് ഈ വചനങ്ങളുടെ ആത്മീയ ശക്തി? നമ്മൾ സാധാരണയായി പല കാര്യങ്ങൾക്കും പരിഹാരം തേടി അലയാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അർശിന് താഴെയുള്ള നിധിയിൽ നിന്ന് നൽകപ്പെട്ട ഈ വചനങ്ങൾ വെറും ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് അതൊരു ദിവ്യ ഔഷധം കൂടിയാണ്. മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഇതിലും വലിയൊരു അഭയസ്ഥാനമില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങളെ എങ്ങനെ നമ്മൾ നേരിടണം? ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്നാൽ ഇത് നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഒരു കപ്പലിന് സമുദ്രത്തിലെ ജലമർദ്ദം താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വിത്തിന് മുകളിലെ മണ്ണിനെ ഭേദിച്ച് മുളച്ചുയരാനുള്ള ഒരു കരുത്ത് ആ വിത്തിന് അവൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകപ്പെട്ട പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ആത്മീയ കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണു പോകില്ല, കാരണം നിങ്ങളെ താങ്ങുന്നത് നിങ്ങളുടെ തളർന്ന കൈകളല്ല, പടച്ചവൻ്റെ അപാരമായ കരുണയാണ്. ശത്രുക്കൾക്കെതിരെയുള്ള വിജയം നമ്മൾ അള്ളാഹുവിനോട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പുറത്തുള്ള ശത്രുക്കളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, അസൂയ, നാളെക്കുറിച്ചിട്ടുള്ള അമിതമായ പേടി എന്നിവയാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. ഈ വചനങ്ങൾ പതിവായി ഓതുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ഇത്തരം ഇരുട്ടുകളെ കീറിമുറിക്കാൻ സാധിക്കും. രാത്രികാലത്ത് നമുക്ക് സംരക്ഷണമായിട്ട് ഈ 2 വചനങ്ങൾ മതി. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വിവേകമുള്ള ഒരാളും ഈ വചനങ്ങൾ ഓതാതെ ഉറങ്ങാൻ പോകില്ല എന്ന്. രാത്രിയുടെ നിശബ്ദതയിൽ നമ്മൾ ഉറക്കത്തിലേക്ക് ആഴുമ്പോൾ നമ്മൾ അശക്തരാണ്. എന്നാൽ ഈ വചനങ്ങൾ ഓതിയാൽ മലക്കുകൾ നമുക്ക് കാവലായി ഇറങ്ങി വരും. നമ്മുടെ ഉറക്കം പോലും ഒരു ആരാധനയായി, ഒരു ഇബാദത്തായിട്ട് മാറും. നിങ്ങളുടെ ഹൃദയത്തിലെ അശാന്തിയുടെ കാർമേഘങ്ങൾ നീങ്ങാൻ ഈ പ്രകാശവചനങ്ങൾ സഹായിക്കും. ജീവിത ഭാരത്താൽ തളർന്നു നിൽക്കുന്ന ആർക്കെങ്കിലും ഈ അറിവ് ഒരു മിന്നാമിന്നി വെട്ടം പോലെ വലിയൊരു പ്രതീക്ഷയായേക്കാം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി മുതൽ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഓതുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണ കവചത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ഈ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം നിറയ്ക്കട്ടെ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.